ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ പട്ടാളം പുരുഷുമായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ പട്ടാളം പുരുഷു ഇന്ന് ആദ്യമായിട്ട് ലീവിന് വന്നിരിക്കുകയാണ്. അങ്ങനെ ദയില്ലേ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഇടയ്ക്കില്ലേ കല്ലു കിടന്നുകൊണ്ട് നല്ല രീതിയിൽ ട്രോളുന്നുണ്ട് നമ്മളെ. രാഹുലിനെ മാറി ട്രോളുന്നുണ്ട്, എന്നെയും മാറി ട്രോളുന്നുണ്ട്. അങ്ങനെ ദയില്ല ഞങ്ങൾ യാത്ര ആരംഭിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷു ആദ്യമായിട്ട് ലീവിന് വന്നതിനേക്കാളും ത്രില്ല് ഞങ്ങളെല്ലാവർക്കും കൂടി ഒന്നും കൂടി ഇതേപോലെ ഒത്തൊരുമയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് ഏക ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ തിരുമലക്കോവിലിൽ തന്നെയാണ്. ഇത് പറഞ്ഞ് എന്നോട് എല്ലാവർക്കും വെറുപ്പ് കാണുമായിരിക്കും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് അമ്പലമാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ പട്ടാളം പുരുഷു അങ്ങനെ ദയല്ലേ ഫോട്ടോക്ക് പോസ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് അത് ഫോട്ടോയല്ല വീഡിയോസാണ് എടുക്കുന്നതെന്ന്. അങ്ങനെ ദയില്ലേ ഞങ്ങളെല്ലാവരും കൂടി ഓരോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഓരോരുത്തരെ അവരവരുടേതായിട്ടുള്ള കുസൃതികളിൽ ഏർപ്പെടുമായിരുന്നു. ആ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്കൊന്ന് ചാടണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ചാടിയപ്പോഴേക്കും ഇല്ലേ കൊച്ചും ചാടാനായിട്ട് തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കില്ലേ ഞാൻ പട്ടാളം പുരുഷനെ എന്ന് രംഗപ്രവേശനം ചെയ്തു. അങ്ങനെ പട്ടാളം പുരുഷു അവിടുത്തെ അംഗങ്ങളെല്ലാം ഞങ്ങൾക്കെല്ലാം കാണിച്ചു തന്നു. അങ്ങനെ ദയില്ല ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് അങ്ങ് പയ്യെ അങ്ങ് ഇറങ്ങാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലായി. അങ്ങനെ ദയില്ല നേർച്ചയും കാര്യങ്ങളും എല്ലാം വാങ്ങി ഞങ്ങൾ അന്നേരമാണ് ഞങ്ങൾ ഓർത്തത് ഞങ്ങളില്ലേ ആനയുടെ പുറത്ത് കയറി നിന്നൊരു ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന്. എപ്പോൾ അവിടെ ചെന്നാലും ഇല്ലേ വൈദൂന് അവിടെ നിന്നൊരു ഫോട്ടോസ് പതിവാണ്. അങ്ങനെ ദയില്ല അപ്പോൾ കണ്ണായും കയറി. അന്നേരത്തേക്കും ഞാൻ നോക്കുമ്പോഴേ പട്ടാളം പുരുഷവും പിള്ളേരും കൂടി വരുന്നു. അപ്പോൾ രാഹുവിനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ആനയുടെ പുറത്തിരുത്തുന്നുണ്ട്. പക്ഷേ ആ ഫോട്ടോ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. പിന്നെ ഞങ്ങളിത് ഇതേപോലെ കുറേ നാളായി ഇരുന്നിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോയി. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നല്ല അടിച്ചു പൊളിക്കാനായിട്ടുള്ള ഒരു ഇതിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതിലെ പാട്ട് പാടൽ മത്സരമായിരുന്നു. പിന്നീട് നടന്നത് ഒരു യുദ്ധക്കളം എന്ന് പറയാം. കാരണം പാട്ട് പാടി അത് തെറ്റിക്കുന്നതാരാണോ അവരൗട്ട്. അതായിരുന്നു കളിയുടെ ഫസ്റ്റിലെ തന്നെ നാം അങ്ങോട്ട് ഔട്ടാക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ അടുത്ത വെള്ളച്ചാട്ടത്തിലോട്ട് പോയി. അതിനതയില്ലേ അടുത്ത വെള്ളച്ചാട്ടത്തിൽ ചെന്നപ്പോഴേക്ക് എല്ലാത്തിനും അങ്ങ് കുളിക്കണമെന്നൊരു നിർബന്ധം. ഞാനും കല്ലും കുളിച്ചില്ല. ബാക്കിയെല്ലാം കൂടെ അവിടെ കിടന്നുകൊണ്ട് കുളിയാണ്. പിന്നെ കുറേ നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വീട്ടിൽ വന്നു. പിന്നെ ദയില്ലേ പട്ടാളം പുരുഷന് മീൻ വറുത്തതും ഇതുമൊക്കെ റെഡിയാക്കി. അങ്ങനെ ദയില്ലേ അമ്മി അച്ചാറിടുന്നു. ഇയാൾ ദയില്ലേ ചുമ്മാ ഒരു കാര്യമില്ലാതെ ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നത് തട്ടിപ്പറിച്ച് മേടിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ. ഒരു കാര്യമില്ല.